السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والسلام على عباده الذين اصطفى أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. شد القرآن بين الله عز وجل رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹത്താൽ നമ്മെല്ലാം അവന്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മെല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ, അവിടുത്തെ മുത്തബിഈങ്ങളിൽ അല്ലാഹു നമ്മെല്ലാം ചേർക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ ഖബറിടങ്ങളെയും പടച്ചവൻ സ്വർഗീയ ആരാമങ്ങളാക്കട്ടെ. നമ്മളിലും നമുക്ക് ചുറ്റും നമ്മളിൽപ്പെട്ടവരും ഒക്കെ പലരും പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളായ നമുക്ക് നമ്മുടെ നേതാവ്, നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുപാട് കടമകളും കടപ്പാടുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നമ്മുടെ കടപ്പാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നബി തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല നമുക്ക് റസൂലായിട്ട് അയച്ചിട്ടുള്ള ഹബീബിനെ നമ്മൾ ജീവിതത്തിൽ പരിപൂർണമായി പിൻപറ്റുക. നബി തങ്ങളോടുള്ള ബാധ്യതകളിൽ ഒന്നാമത്തെ ബാധ്യത ഇതാണ്. ഇതിനാണ് ഇത്തിബാ എന്ന് പറയുക, പിൻപറ്റുക. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ നമുക്ക് ഇറക്കി തന്നു. നമ്മുടെ സന്മാർഗത്തിന്റെ ദീപമായി, വഴിവിളക്കായി അല്ലാഹു തആല ഖുർആൻ നമുക്ക് തന്നിട്ട് ഈ ഖുർആനിനെ വായിച്ചുകൊണ്ട്, ഖുർആനിനെ പഠിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുമെന്ന് അല്ല അല്ലാഹു തആല പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആനിലെ 6666 ആയത്തുകൾ അല്ലാഹു തആല നമുക്ക് അവതരിപ്പിച്ചു തന്നു. എന്നിട്ട് ആ ആയത്തുകളിൽ ഒരിടത്തും നിങ്ങൾ ഈ ഖുർആനിനെ പഠിച്ചിട്ട് ഈ ഖുർആനിനെ പോലെ ഖുർആൻ വായിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഖുർആനിൽ മുഴുവനും അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ചത് എന്താ? നിങ്ങൾ എന്റെ റസൂലിനെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളതാണ്. ആ ഖുർആനിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തന്നത്, പ്രായോഗികവൽക്കരിച്ചു തന്നത് ആരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളാണ് ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചു നിങ്ങൾ നിസ്കരിക്കണമെന്ന്, വഅഖീമുസ് സ്വലാ, നിങ്ങൾ നിസ്കരിക്കൂ എന്ന്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഖുർആൻ അത് നമുക്ക് പറഞ്ഞു തന്നില്ല. മറിച്ച് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ എന്റെ റസൂലിലേക്ക് നോക്കി, ആ റസൂൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അപ്രകാരം നിങ്ങൾ നിസ്കരിക്കണമെന്ന്.
അപ്പോൾ ഖുർആൻ നിസ്കരിക്കാൻ കൽപ്പിച്ചെങ്കിലും എങ്ങനെ നിസ്കരിക്കണമെന്ന് ചോദിച്ചാൽ അത് ഖുർആൻ പറഞ്ഞു, റസൂലുള്ളാഹി നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുക. അപ്പൊ ഖുർആനിന്റെ പഠനം അത് പ്രായോഗികവൽക്കരിച്ച് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത് ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കാര്യങ്ങളും തന്നെ. നോമ്പിന്റെ കാര്യം ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നോമ്പ് എടുക്കുക. പക്ഷെ എങ്ങനെ നോമ്പ് എടുക്കണം? അത് റസൂലുള്ളാഹി കാണിച്ചത് എങ്ങനെ നോമ്പ് എടുക്കണമെന്ന്, അതുപോലെ നോമ്പ് എടുക്കണം. ഇബാദത്തിന്റെ കാര്യം മാത്രമല്ല, ആഖിറത്തിന്റെ കാര്യം മാത്രമല്ല, ദുനിയാവിന്റെ നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ജീവിക്കണം. ഒരു കച്ചവടക്കാരൻ, അവൻ നിസ്കാരം റസൂലുള്ളാഹി പറഞ്ഞതുപോലെ നിസ്കരിക്കുന്നുണ്ട്, അവന്റെ നോമ്പ് റസൂലുള്ളാഹി പോലെ നോമ്പെടുക്കുന്നുണ്ട്. പക്ഷെ കച്ചവടം അവന് തോന്നിയതുപോലെ അവന്റെ സമ്പത്ത് ഹലാലാവില്ല, അവൻ യഥാർത്ഥ മുസ്ലിമാവില്ല. മറിച്ച് അവൻ എങ്ങനെ കച്ചവടം ചെയ്യണം, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നു. ഒരു കച്ചവടക്കാരൻ ഏതൊക്കെ മര്യാദകൾ പാലിക്കണം, ഏതൊക്കെ ഫർള് പാലിക്കണം, ഏതൊക്കെ സുന്നത്ത് പാലിക്കണം എന്നുള്ളത്. ഒരു തയ്യൽക്കാരൻ, അവന്റെ തൊഴിൽ തയ്യലാണ്. നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ അവൻ ദീനനുസരിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ തയ്ക്കുന്ന അവന്റെ തൊഴിലാണ്, അവന്റെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ പരിശുദ്ധമായ ദീനെ നോക്കുന്നില്ല, റസൂലുള്ളാഹിയുടെ മാതൃക അവൻ പിൻപറ്റുന്നില്ല എങ്കിൽ അവന്റെ സമ്പത്ത് ഹലാലല്ല. ഒരു മുതലാളി, അവന്റെ ജീവിതത്തിൽ ഇബാദത്തുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഖുർആൻ ഓതുന്നയാളാണ്. പക്ഷേ അവന്റെ തൊഴിലാളികളോട് എങ്ങനെ പെരുമാറണമെന്ന വിഷയത്തിൽ റസൂലുള്ളാഹിയുടെ സുന്നത്ത് അവനില്ല എങ്കിൽ അവന്റെ ഇസ്ലാം പരിപൂർണമല്ല. അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഒരാൾ സ്വീകരിക്കലാണ് യഥാർത്ഥ ഇത്തിബാ. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ പറയുക, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണെങ്കിൽ, അഥവാ അല്ലാഹു ഇറക്കിയ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ താല്പര്യമാണെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണേ, നിങ്ങൾ എന്നെ അനുസരിക്കണേ. യുഹിബ്ബുകുമുല്ലാഹ്, എന്നാൽ അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നബിതങ്ങളില്ലാതെ അല്ലാഹുവിന്റെ സ്നേഹം സാധ്യമല്ല. നബിതങ്ങളെ പിൻപറ്റാതെ അല്ലാഹുവിന്റെ സാമീപ്യം ഒരു വിശ്വാസിക്ക് കരസ്ഥമാവുകയില്ല. അപ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നബിതങ്ങളാണ് നിങ്ങൾക്ക് അതിനുള്ള റോൾ മോഡല്. നബിതങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് എന്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞോ നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണേ. ആ പ്രവാചകൻ ഏതൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞോ നിങ്ങൾ അത് വർജിക്കണേ, നിങ്ങൾ അത് ഉപേക്ഷിക്കണേ. അപ്പോഴാണ് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാവുക. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നബിതങ്ങൾ എന്ത് ഇഷ്ടപ്പെട്ടോ അത് ഇഷ്ടപ്പെടുക, നബിതങ്ങൾ എന്ത് വെറുത്തോ അത് വെറുക്കുക. അത് എന്റെ താല്പര്യമോ എന്റെ ഇഷ്ടമോ അനിഷ്ടമോ അവിടെ നോക്കാൻ പാടില്ല. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം സഹീഹുൽ ബുഖാരി, മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വീട്ടിൽ ഒരു സൽക്കാരം ഒരുക്കി, ഒരു വിരുന്നൊരുക്കിയിട്ട് ആ ഭക്ഷണം കഴിക്കാൻ നബി തങ്ങളെ ക്ഷണിച്ചു കൊണ്ട് ചെന്നു. നബി തങ്ങൾ വിളിച്ചു, അനസേ നീയും കൂടി വാ എന്റെ കൂടെ. അനസ് റളിയല്ലാഹു അൻഹു ഒപ്പം ചെന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ആ ഭക്ഷണത്തിന്റെ തലികയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരക്ക എന്ന ഭക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതിനെ നബി തങ്ങൾ അത് നോക്കിയെടുത്ത് കഴിക്കുന്നുണ്ട്. ആ പാത്രത്തിൽ നിന്ന് ചുരക്ക നബി തങ്ങൾ ശ്രദ്ധിച്ചെടുത്തിട്ട് അത് ഇഷ്ടപ്പെട്ടതുപോലെ നബി തങ്ങൾ എടുത്ത് കഴിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ ബാക്കി കാണാം, എനിക്ക് അന്ന് വരെ ആ ഭക്ഷണത്തെ ചുരക്കയെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് പ്രത്യേക താല്പര്യമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാത്രത്തിൽ നിന്ന് ആ ഭക്ഷണ തലികയിൽ നിന്ന് ചുരക്ക നോക്കിയെടുത്ത് കഴിക്കുന്നത് മുതൽ ഞാൻ ആ ചുരക്ക ഇഷ്ടപ്പെട്ടു തുടങ്ങി. എന്റെ ജീവിതത്തിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ചുരക്കയായി മാറി. മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. ഒരു മനുഷ്യന്റെ പ്രകൃതി തന്നെ നബിതങ്ങളായി മാറുകയാണ്. ഇവിടെ ഒരു ദീനിന്റെ കാര്യമല്ല ഇത്,
ഓരോരുത്തർക്ക് ഓരോ ഫുഡ് അവരവരുടെ താല്പര്യങ്ങളാണ്, ഓരോരുത്തരുടെ ഇഷ്ടം വ്യത്യസ്തമായിരിക്കും. പക്ഷേ അനസ് റളിയല്ലാഹു നോക്കുമ്പോൾ നബിതങ്ങൾക്ക് ഈ ഭക്ഷണം താല്പര്യമാണ്, ഇഷ്ടമാണ്. അപ്പോൾ നബിതങ്ങളെ എത്രത്തോളം ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നബിതങ്ങളെ പിൻപറ്റിയ സഹാബ, നബിതങ്ങൾക്ക് എന്ത് ഇഷ്ടമാണോ അത് അവരുടെ ഇഷ്ടമായി മാറി. ഇനിയോ നബിതങ്ങൾ എന്ത് വെറുത്തോ അത് സഹാബാക്കൾക്ക് വെറുപ്പായി മാറി. ലോകത്ത് ഏറ്റവും മോശപ്പെട്ട മനുഷ്യരായിരുന്നു ഈ സഹാബത്ത്. ഒരു കാലത്ത് ജാഹിലിയ്യ കാലഘട്ടം അവരെ കുറിച്ച് പറയും. ലോകത്തെ ഒരു ഭരണാധികാരിയും ഏറ്റെടുക്കാത്തൊരു വിഭാഗമായിരുന്നു, ആരും എത്തി നോക്കാത്തൊരു സ്ഥലമായിരുന്നു മക്ക. പക്ഷേ അവർ ലോകത്തെ വീരന്മാരാക്കിയത്, അവർ ലോകത്തെ ഏറ്റവും വലിയ ധീരന്മാരാക്കിയത്, ഏറ്റവും വലിയ യോഗ്യതയുള്ളത് അവർ നബിതങ്ങളെ പിൻപറ്റിയത് കൊണ്ടാണ്. ഒരിക്കൽ ഒരു സഹാബി വര്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വിരലിൽ ഒരു സ്വർണ്ണമോതിരം കിടക്കുകയാണ്. ആ പാവം അറിഞ്ഞിട്ടില്ല പുരുഷന്മാർക്ക് സ്വർണം ഹറാമാക്കിയത്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാവും. ഖുർആൻ ഇറങ്ങിയതും നബി തങ്ങളുടെ ഹദീസും എല്ലാവരും കേൾക്കണമെന്നില്ല, ചിലർ ശ്രദ്ധയിൽ അത് പെടണമെന്നില്ല. ആ സഹാബി വര്യൻ അറിഞ്ഞിട്ടില്ല സ്വർണം പുരുഷന്മാർക്ക് ഹറാമാക്കിയത്. നബി തങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണത്തിന്റെ മോതിരമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങോട്ട് കാണിക്കാൻ പറഞ്ഞു. ആ വിരലിൽ നിന്ന് സ്വർണ്ണ മോതിരം എടുത്തിട്ട് ഞങ്ങൾ അങ്ങ് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സഹാബ, നിങ്ങളുടെ കയ്യിലേക്ക് നരകത്തിന്റെ ഒരു തീക്കട്ട വെക്കുന്നത് പോലെയാണ് പുരുഷന്മാർ സ്വർണം ധരിക്കല്, നിങ്ങൾ അത് ചെയ്യരുത്. നബിതങ്ങൾ വിലക്ക്. കഴിഞ്ഞ നബിതങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയി. ആ സ്വർണ്ണമോതിരം അവിടെ കിടക്കുകയാണ്. അപ്പോ കൂട്ടുകാര് പറഞ്ഞവത്രേ ഈ സഹാബിയോട്, നീ അത് കയ്യിലെടുത്തോ, നിനക്ക് ധരിക്കാൻ പാടില്ലെന്നല്ലേ നബിതങ്ങൾ പറഞ്ഞത്? പുരുഷന്മാർക്കല്ലേ അത് നിഷിദ്ധമായത്? നിന്റെ വീട്ടിൽ ഭാര്യയ്ക്കോ പെൺമക്കൾക്കോ ധരിക്കാമല്ലോ, അതൊരു സമ്പത്തല്ലേ, ഒരു മുതലല്ലേ, അത് ഉപയോഗപ്പെടുത്താൻ നിനക്ക് എടുക്കാമല്ലോ. പ്രിയമുള്ളവരെ, ആ സഹാബി വരെയും പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ലാ ആഖുദുഹു അബദാ വഖദ് തറഹു റസൂലുള്ളാഹ്. എന്റെ മുത്തനബി വലിച്ചെറിഞ്ഞ സാധനം ഇനി ഞാനത് കൈകൊണ്ടെടുക്കുകയില്ല, അതെനിക്ക് ഇനി വേണ്ടേ വേണ്ട. ആലോചിച്ച് നോക്കും പ്രിയമുള്ളവരെ, സഹാബാക്കൾ നബിതങ്ങളെ പിൻപറ്റത് ഇങ്ങനെയാണ്. നബിതങ്ങൾ വെറുത്താൽ അത് എത്ര വലിയ മുതലാകട്ടെ, എത്ര നല്ല സാധനമാകട്ടെ, എനിക്ക് വേണ്ട. ആ പുരുഷനല്ലേ ഹറാം, നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകട്ടെ, വേണ്ട വേണ്ട. നബിതങ്ങൾ എനിക്ക് വെറുത്തതാണ്, പിന്നെ ഞാൻ അതിന്റെ കൈ കൊണ്ട് തൊടില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സഹാബാക്കൾ നബിതങ്ങളെ പിൻപറ്റിയത്. ഈ പിൻപറ്റലാണ് മുഅ്മിനീങ്ങളെ ഓരോ മുസ്ലിമിനും നബിതങ്ങളോട് വേണ്ടത്. സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ്. നബിതങ്ങളെ ഏത് നിലയിലാണോ പിൻപറ്റേണ്ടത്, അത് നിന്റെ ജീവിതത്തിന്റെ രഹസ്യത്തിലാകട്ടെ, പരസ്യത്തിലാകട്ടെ, നിന്റെ കുടുംബ ജീവിതത്തിലാകട്ടെ, വ്യക്തി ജീവിതത്തിലാകട്ടെ, നബിതങ്ങളോടുള്ള ഇത്തിബാ നമുക്ക് പരിപൂർണമാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടെയാണ് നമ്മുടെ ഈമാൻ അളക്കേണ്ടത്. അല്ലെ, ഒരുപക്ഷെ കൂടുതൽ ലൈറ്റുകൾ ഇട്ടാൽ നമ്മൾ പറയാറുണ്ട് അത് നബിദിനത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി, അത് ഈമാനിന്റെ അളവായിട്ട് നമുക്ക് അളക്കാൻ പറ്റുമോ? അത് നബിതങ്ങളുടെ ജനനത്തിലുള്ള സന്തോഷമാണെങ്കിൽ അത് നിനക്ക് അനുവദനീയമാണ്. പക്ഷേ അതുകൊണ്ട് നബിതങ്ങളോടുള്ള സ്നേഹം പരിപൂർണമായെന്ന് നീ പറയരുത്. സഹാബാക്കൾ നബിതങ്ങളെ സ്നേഹിച്ചത് നബിതങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ്. ഇതേ നിലയിൽ നബിതങ്ങളുടെ പ്രവർത്തനങ്ങളെ അവിടെ നിന്ന് അനുധാവനം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ണം. വ്യക്തി ജീവിതത്തിൽ നബിതങ്ങളില്ല, കുടുംബ ജീവിതത്തിൽ നബിതങ്ങളില്ല, സമ്പാദ്യത്തിൽ നബിതങ്ങളുടെ കൽപ്പനകളില്ല, ജീവിതത്തിന്റെ രഹസ്യങ്ങൾ നബിതങ്ങളിലില്ല. നിന്റെ പ്രഭാഷണങ്ങളിൽ നബിതങ്ങൾ ഉണ്ടെങ്കിലോ, നിന്റെ എഴുത്തുകളിൽ നബിതങ്ങൾ ഉണ്ടെങ്കിലോ, നിന്റെ ജീവിതത്തിൽ മുത്ത് റസൂലില്ല എങ്കിൽ നിന്റെ ഈമാൻ പരിപൂർണമല്ല. ഖുർആൻ ഇതിന് തെളിവല്ലേ? രണ്ട് സഹാബാക്കളുടെയിൽ ഒരു തർക്കമുണ്ടായി. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. രണ്ട് സഹാബിവര്യന്മാരുടെ തർക്കം എന്താണ്? രണ്ടുപേർക്കും അടുത്തടുത്ത് രണ്ട് ഈത്തപ്പനയുടെ തോട്ടങ്ങളുണ്ട്. ഒരാളിന്റെ തോട്ടം മുകളില്, മറ്റേ ആളിന്റെ തോട്ടം താഴെ. അപ്പൊ മുകളിലുള്ള തോട്ടത്തിലെ ഉടമസ്ഥന്റെ പുരയിടത്തിലാണ്, ആ ഈത്തപ്പന തോട്ടത്തിലാണ് വെള്ളമുള്ളത്, വെള്ളത്തിന്റെ ചാലുള്ളത്. ഈ സഹാബി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഈത്തപ്പന തോട്ടത്തിൽ വെള്ളം പൂർണ്ണമായി കിട്ടാൻ വേണ്ടി ആ ചാലിനെ അടച്ചു വെച്ചു. താഴെയുള്ള തോട്ടക്കാരന് കിട്ടുന്നില്ല. അപ്പൊ താഴത്തെ തോട്ടക്കാരൻ വന്നിട്ട് നബി തങ്ങളോട് പരാതി പറഞ്ഞു, നബിയെ, എന്റെ കൂട്ടുകാരൻ, എന്റെ അയൽവാസി, അദ്ദേഹത്തിന്റെ തോട്ടത്തിലുള്ള വെള്ളം അദ്ദേഹം മാത്രം പിടിച്ചു വെച്ചിരിക്കുകയാണ്, അത് അണകെട്ടി വെച്ചിരിക്കുകയാണ്, അത് എനിക്ക് കിട്ടുന്നില്ല, അങ്ങൊന്ന് ഇടപെടണം നബിയെ എന്ന്.
അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇബാദത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സഹാബത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നബി തങ്ങളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ. നമ്മൾ ഇന്ന് കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, ഏത് പ്രതിസന്ധി ഉണ്ടാകട്ടെ, ഏത് വിഷയം ഉണ്ടാകട്ടെ, അവിടെ നമ്മൾ നബി തങ്ങളുടെ ഇടപെടൽ ഉണ്ടാകണം. നബി തങ്ങളെ കൊണ്ടുവരണം. അവിടെ നബി തങ്ങളുടെ മാതൃക അവിടെ നോക്കണം. അവിടെയാണ് നമ്മുടെ ഇസ്ലാം പരിപൂർണമാവുക. അതാണ് ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ആ ആയത്ത് യാഥാർത്ഥ്യമാകേണ്ടത് അവിടെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ രണ്ടുപേരെയും വിളിച്ചു വരുത്തി. എന്നിട്ട് മുകളിലത്തെ ഈത്തപ്പനത്തോട്ടത്തിന്റെ ഉടമസ്ഥയോട് പറഞ്ഞു, യാ സുബൈർ, അദ്ദേഹത്തിന്റെ പേര് സുബൈർ എന്ന അൻസാരിയായ സഹാബിയാണ്. സുബൈറെ, നിന്റെ തോട്ടത്തിന് ആവശ്യമുള്ളത്, നിന്റെ ഈത്തപ്പനയ്ക്ക് ആവശ്യമുള്ളത് നീ നനച്ചോ, നീ ഉപയോഗിച്ചോ, ബാക്കിയുള്ളത് നിനക്ക് തുറന്നു വിട്ട് അദ്ദേഹത്തിനെ സഹായിച്ചൂടെ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടി, മനുഷ്യനാണല്ലോ, മനുഷ്യ സഹജമായി നബി തങ്ങൾ ഇദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സൈഡ് നിൽക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അൻകാന ഇബ്നു അമ്മത്തിക, നബിയെ, ഇദ്ദേഹം അങ്ങയുടെ കുടുംബക്കാരനായതുകൊണ്ടാണ്, വകയിൽ സഹോദരനായതുകൊണ്ടല്ലേ നബി തങ്ങൾ ഇങ്ങനത്തെ നിലപാട് സ്വീകരിച്ചത് നബിയെ? അദ്ദേഹം തുറന്നു ചോദിച്ചു. കാരണം രണ്ടാമത്തെ ആൾ മക്കക്കാരനാ, നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടാരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃ സഹോദരനാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വാക്ക് ചോദിച്ചപ്പോൾ നബി തങ്ങൾക്ക് വിഷമമുണ്ടായില്ല. പക്ഷേ അവിടെ അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുകയാണ്, ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജാ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. നബി തങ്ങൾ മറുപടി പറയാൻ നിന്നില്ല. നബി തങ്ങൾ ദേഷ്യപ്പെട്ടിട്ടില്ല. നബി തങ്ങളുടെ മുഖത്തിന് ഭാവമുണ്ടായില്ല. തിരിച്ച് നബി തങ്ങളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ നബി തങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി, ഫലാ വറബ്ബിക ലാ യുമിനൂൻ, ഇല്ല നബിയേ, ഇല്ല. ഇവരെത്ര സ്നേഹിച്ചാലും അങ്ങയെ സ്നേഹിച്ചാലും അവർ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവരുടെ ഇടയിലുള്ള ഏത് പ്രശ്നങ്ങൾക്കും അങ്ങയെ അവർ വിധികർത്താവാക്കണം. അവർ ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അങ്ങയുടെ ഇടയ്ക്കിലേക്ക് ഓടി വരണം. അങ്ങയുടെ തീരുമാനം അവർ കേൾക്കണം. അങ്ങനെ തീരുമാനിച്ചാലോ, ആ തങ്ങളുടെ നിലപാട് പറഞ്ഞാലോ, അങ്ങ് വിധി പറഞ്ഞ കാര്യത്തിൽ പിന്നെ അവരുടെ മനസ്സിൽ ഒരു സങ്കുചിത്വം ഉണ്ടാകാൻ പാടില്ല. പിന്നെ അവരുടെ നിലപാടിൽ മാറ്റം ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമോ തസ്ലീമാ, അങ്ങയെ അവരെ പരിപൂർണമായി അനുസരിക്കുന്നത് വരെ അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളാവുകയില്ല നബിയെ. വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, നബി തങ്ങളുടെ സുന്നത്തിനെ കൊണ്ടുവരിക. ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ സഹാബത്തിൽ ജീവിച്ചപ്പോഴാണ് ലോകത്തിന്റെ ഒരു എല്ലാമായി മാറി. ഈ കാലഘട്ടവും ആ കാലഘട്ടവും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി മുഅ്മിനീങ്ങളെ. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ന് നമുക്കുണ്ടായിരുന്ന ഒന്നും അവർക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കില്ലാത്തതൊന്ന് അവർക്കുണ്ടായിരുന്നു. ഇതാണ് നമ്മളും ആ കാലം കൊണ്ട് തമ്മിലുള്ള വ്യത്യാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്താ അവർക്കില്ലാതിരുന്നത്? അവർക്ക് മാൻ പവർ കുറവായിരുന്നു, ആള് വളരെ കുറവായിരുന്നു. ബദർ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്, എത്ര യുദ്ധങ്ങളുടെ ചരിത്രം കേട്ടിട്ടുണ്ട്. ഇന്നോ ലോകത്ത് 205-നും 210 കോടി, 205 കോടിയുടെയും 210 കോടിയുടെയും ഇടയിൽ ലോകത്ത് മുസ്ലിമീങ്ങളെ എണ്ണമുണ്ട്. ലോക ജനസംഖ്യയുടെ 25% നമ്മളുണ്ട്. ഒട്ടും കുറവല്ല, ഇന്ത്യയിൽ ഉൾപ്പെടെ. അല്ലെ, ആലോചിച്ച് നോക്കിയും 22 കോടിയിലധികം ആളുകൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ അന്നില്ലായിരുന്നു. എന്നാൽ വിജയോ, ആളില്ലാത്ത സഹാബത്തിന് വിജയോ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കാലമാകുന്ന മുസ്ലിമീങ്ങളുള്ള ഇന്ന് നമുക്ക് പരാജയമാണ്. സമ്പത്തോ, സഹാബത്തിന്റെ കാലത്ത് എന്ത് സമ്പത്ത്? ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ പറഞ്ഞു നോക്കിയാൽ നബി തങ്ങളുടെ പട്ടിണിയുടെ കഥകൾ എത്രയാണ്, നബി തങ്ങളുടെ കുടുംബം പട്ടിണി കിടന്നതിന്റെ ചരിത്രങ്ങൾ എത്രയാണ്, സഹാബാക്കൾ പട്ടിണി കിടന്നിട്ട് ബോധം കിട്ട് വീണ ചരിത്രം എത്രയാണ്. ഇന്ന് നമുക്ക് പട്ടിണിയുണ്ടോ? ഇന്ന് നമുക്ക് ഭക്ഷണത്തിന്റെ കുറവുണ്ടോ? സമ്പത്തിന്റെ കുറവുണ്ടോ? നബി തങ്ങൾക്ക് സഹാബാക്കൾക്ക് അന്തിയുറങ്ങാൻ നല്ലൊരു വീടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് മണിമാളികകളുണ്ട്. അതേ, സഹാബത്തിനില്ലാതിരുന്ന പലതും ഇന്ന് നമുക്കുണ്ട്. പക്ഷേ
സഹാബാക്കൾക്കുണ്ടായിരുന്നത് നമുക്കില്ല. ഏതാണ്? നബി തങ്ങളെ പിൻപറ്റുക. ഇത്തിബാ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. എന്നിലും നിങ്ങളിലേക്ക് നോക്കിയ ആ ജീവിതത്തിന്റെ ചര്യയില്ല. സഹാബാക്കൾ വിജയിച്ചത് ആ സുന്നത്ത് കൊണ്ട്, നമ്മൾ പരാജയപ്പെടുന്നത് ആ സുന്നത്തില്ലായ്മ കൊണ്ട്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരു വാക്കുണ്ട്, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ തുടക്കം എങ്ങനെയാണോ നന്നായത് വിജയിച്ചത്, ആ ഒരൊറ്റ കാര്യം കൊണ്ടല്ലാതെ ഈ ഉമ്മത്തിന്റെ അവസാനം വിജയിക്കുകയില്ല. ഏതെന്ന് ചോദിച്ചാൽ സഹാബാക്കളുടെ ജീവിതത്തിന്റെ ആരംഭം അവർ മുഴുവനും നബി തങ്ങളെ പിൻപറ്റിയിരുന്നു. ഈ ഉമ്മത്ത് എവിടെയാണോ പരാജയപ്പെട്ടത്, നമുക്ക് എവിടെയാണോ ശോചനീയ അവസ്ഥയുള്ളത്, എവിടെയാണോ നമ്മളെ പുറന്തള്ളപ്പെടുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിൽ നിന്ന് കയറി വരാൻ, അവിടേക്ക് നമുക്ക് വിജയിക്കാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഒരൊറ്റ വഴിയുള്ളൂ. ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ ആരംഭം വിജയിച്ചതുപോലെ അതുപോലെ ഈ ഉമ്മത്തിന് നമുക്ക് വിജയിക്കാൻ സാധിക്കണം. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്ത് റസൂലിന്റെ റബീഉൽ അവ്വലിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും പഠിക്കേണ്ടതും നബി തങ്ങളുടെ സുന്നത്താണ്, നബി തങ്ങളുടെ ജീവിതമാണ്. അത് നമ്മളുടെ ജീവിതമായി മാറ്റണം. അല്ലാഹു എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.